സകലകലയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ് ആലവി. അപ്പോ നിക്കടാ മൂപ്പര് പോണു. സകലയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് ഓടുന്നു മൂപ്പര്. പിന്നെ ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ പാലക്കാട് മാങ്കുർശ്ശേരി നല്ലൊരു അവസരമുണ്ട്. കല്ലൂർ റോഡിനാണ്. നല്ല വിശാലമായ അടിപൊളി ഒരു പറമ്പുണ്ട്. അപ്പോൾ അതിലേക്കാണ് വന്നത്. കുതിരപ്പുറത്ത് കയറുന്ന സീനൊക്കെ വേറൊരു മോഡലിൽ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ജീവിതത്തിൽ ഒരു അഭിലാഷമാണ് ഇതിന് മേലൊന്ന് കയറണമെന്ന്. കയറിയപ്പോൾ ആ അഭിലാഷം പോയ പോലെ ഉണ്ട്. എന്തായാലും കുറച്ച് രസകരമായിട്ടാണ് ഇതിലേക്ക് ഇരിക്കാൻ പറഞ്ഞത്. കുറച്ച് നിവർന്നിരിക്കാൻ പറഞ്ഞു. കൈ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. അതാണ്ടല്ലേ കയ്യിൽ പിടുത്തത് എങ്ങനെയാണ് കൈ പിടിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. വലത്തോട്ട് തിരിയുമ്പോൾ ഈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് തിരിയും. ഇടത്തോട്ട് തിരിയുമ്പോൾ ഇതൊന്ന് വലിച്ചാൽ മതി. രണ്ടും കൂടെ ഒപ്പം വലിച്ചു കഴിഞ്ഞാൽ കുതിര നിൽക്കും ചെയ്യും. പിന്നെ എന്താ പറയുക, മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട് തോന്നുന്നതാ പറച്ചോനെ. എന്നെ അറിയാത്ത ആളെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാ നീങ്ങുള്ളൂ. ഇതിൻ്റെ പുറത്തുനിന്നൊന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നീങ്ങണോടാ ഇപ്പം എന്നോട് നിർത്ത്. എന്തായാലും നല്ല രസമുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ റൈഡ് ചെയ്യുന്ന ഞാൻ വീഡിയോ ഇട്ടുതരാം. അടിപൊളിയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വെക്കേഷൻ ടൈമിൽ നന്നായി പഠിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവമാണ്. കുട്ടികളൊക്കെ വളരെ രസകരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടുള്ള ഏറ്റവും എല്ലാ ഭയപ്പാടും ഉണ്ട്. മരത്തിൻ്റെ ഒരു കുതിരയിൽ പോലും ജീവിതത്തിൽ കയറിയിട്ടില്ല. അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇതെന്താ നീങ്ങളോട് ഇൻട്രോ കേൾക്കുമ്പോൾ പിടിച്ചെടുത്ത് ഞാൻ തന്നെ പിടിച്ചു വലിച്ചാൽ മതിയല്ലോ, നിൽക്കും. പക്ഷെ ഒരു പേടി. എന്തായാലും അതാ നീങ്ങള് എടാ നിക്കടാ. നിക്കാൻ പറടാ. നീ പിടിച്ചെടുത്ത് ശരി, ഞാൻ ഇറങ്ങാണ്. ഇൻട്രോ ബാക്കിയൊക്കെ ഞാൻ താഴെ വന്നിട്ട് ചെയ്യാ. കുതിരക്ക് അറിയുന്നില്ലടാ. ഓടുവോ? അത് നിക്ക് പിടിക്ക്. എങ്ങട് പഠിച്ചോനെ എങ്ങനെ ചാടുക? പൂതി തീർന്നടാ, പൂതി തീർന്ന മുത്തുമണിയാണ്. അടിപൊളി. വാ സെറ്റ്. ഇത് പേരെന്താ? ഷാറൂഖിന്റെ മേലെ നമ്മൾ കയറി. എന്റെ ഷാറൂഖ് ഖാനെ പഠിച്ചോനെ കാത്ത് ചാടി കയറുവോ? പഠിച്ചോനെ ബൈക്കിൽ കയറുന്ന പോലെ അല്ലത്. വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ബിസ്മില്ലാ. പേടിയാണടാ. പേടിയാണ്. വലിച്ചു കൊണ്ടുപോകുന്നില്ലല്ലോ. പിടിക്കട്ടെ. അൽഹംദുലില്ലാ. കാലെടുത്തു പോയിന്ന്. ഞാൻ തൃശ്ശൂർ വാടാനപ്പള്ളിയിൽ നിന്ന് പഠിച്ച്. വാടാനപ്പള്ളി ബീച്ചിലൊരു ഇതുപോലെ സെറ്റപ്പ് ഉണ്ട്, ഫാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. അതെ, നമ്മളിപ്പോൾ സ്റ്റേബിൾ മെയിൻ്റെനൻസ്, കുതിരൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കുതിരനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അവരുടെ സ്വഭാവം, അവർ ഇടയുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാം പഠിപ്പിക്കും. ഏകദേശം റൈഡിങ് പഠിക്കാൻ 15 ദിവസം മതി. 15 ദിവസം കൊണ്ട് സുഖമായി പഠിക്കാം. കുതിര ഇയാൾ പാവമാണ്, പഞ്ചപാവമാണ്. ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല. നമ്മളത് ആ കുതിര കണ്ടില്ലേ, അപ്പോൾ കൊണ്ടുവന്ന് കുറച്ചായിട്ടുള്ള ഒരു മാസമൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവന് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു 6-7 മാസമായി. ഒരു 6-7 വയസ്സുണ്ടാവും അവന്. ഇതിപ്പോൾ എന്താ, അതുപോലെ നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ആയിക്കുക, കാല് ഇതിലിടുക. ഇതിനനുസരിച്ച് നമ്മുടെ കാലിനനുസരിച്ച് ഓരോ സൈസ് ഉണ്ട്. അതിനനുസരിച്ച് ലൂസാക്കുക, ടൈറ്റാക്കുക ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ആയി ഇരിക്കുക, ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക. അതുപോലെ നമ്മൾ അതിനുള്ളൂ. നിന്ന് വന്നൊരു പുതിയ കുട്ടിയാണ്. സുഖമായി നടന്നു പോകണ, ഒരു പ്രശ്നമില്ല. അവന് കുളായി ഇരിക്കുന്നു. സുഖമായി കയറും ചെയ്താ. ഇതാണിപ്പോൾ നമ്മുടെ കുതിരൻ്റെ കടിഞ്ഞാണെന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ കൺട്രോളൊക്കെ ചെയ്യുന്നത് റൈഡ് ചെയ്യുമ്പോൾ. ഈ മുഖത്താണല്ലേ അതിന്റെ മൊത്തം കൺട്രോൾ. അതെ, ഇതാ ഈ ബിറ്റ് പറഞ്ഞ സാധനം, ഇതാ ഈ ഇരുമ്പിൻ്റെ ബിറ്റ് പറഞ്ഞ നമ്മൾ വായക്കൂടെ ഇടും. അതൊന്നും ഇഷ്ടമല്ല മൂപ്പർക്ക്. വാ. അതെ, നമ്മൾ പല്ലിൻ്റെ ഇടയിൽ കൂടെ ഒന്നുമില്ല. കുതിരൻ്റെ ഇങ്ങനെയുള്ള മർമ്മ സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ കുതിര പറഞ്ഞൊക്കെ ഉണ്ടെങ്കിലോ പിടിച്ച് ഓടുമ്പോഴൊക്കെ അങ്ങനെ പിടിച്ചു നിർത്തുക. അവർക്ക് ഭയങ്കര വേദനയായിരിക്കും ഈ ഭാഗത്ത്. കൂളായിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് നടന്നതിന് നോക്ക്.
സ്റ്റുഡൻ്റ് ആണ് ആള്. പഠിക്കാൻ വേണ്ടി വന്നതല്ലേ? ഇപ്പൊ എത്ര ദിവസമായി? ഇന്നലെ വന്ന ആളാ? ഇത്തിരി ധൈര്യമാ? ഞാൻ കയറുന്ന കണ്ടിട്ടാണ് നീ പഠിക്കാൻ കയറിയെങ്കിൽ നീ ഇന്ന് പഠിക്കില്ലായിരുന്നു. അതാ താല്പര്യം പെട്ടെന്ന് കുട്ടികൾ പഠിക്കില്ലേ. യെസ്. ഇതാണിപ്പോ കുതിരന്റെ കുളമ്പ്. നമ്മൾ ലാഡ് അടിച്ചിരിക്കുന്നോണ്ട് ഇതുപോലെ ഈ ലാഡം ഒരു മാസം 40 ദിവസമൊക്കെ അതിന് കാലാവധി ഉള്ളൂ. അത് കഴിഞ്ഞാൽ ചെയ്യാൻ ആള് വരും. അതെ, ചെയ്യാൻ ആൾ വരും. ഇതിപ്പോ കുതിരന്റെ ഇത് മുമ്പ് കൊണ്ടുവന്നിരുന്ന സമയത്ത് വളരെ മോശമായിരുന്നു ഇതിന്റെ അവസ്ഥ, കുളമ്പിന്റെ അവസ്ഥ. അപ്പൊ നമ്മൾ ചെത്തി ഇപ്പോ റെഡിയായി വരുന്നേ ഉള്ളൂ. ഇത് വളരും, വേഗം വളരും. മാസം ചെത്തി കൊടുത്തില്ലെങ്കിൽ പല പല അസുഖങ്ങളും വരും. ഇതൊക്കെ പഠിക്കാൻ വന്ന ആൾക്കാരാണ്. പഠിപ്പിച്ചാൽ എങ്ങനെയുണ്ട്? നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. നല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ? നീ എത്ര ദിവസമായി വന്ന്? ഞാൻ ഇന്ന് വന്നുള്ളൂ. വാപ്പാനൊപ്പം വന്നു. കുതിരപ്പുറത്ത് കയറാനൊക്കെ പഠിച്ചോ? പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാരും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടോ? പഠിക്കാൻ കുഴപ്പമില്ല. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? എവിടെ എനിക്ക് കുതിര കയറാനുള്ള ഇൻട്രസ്റ്റ് വന്നത്? കുതിര കയറാൻ ഊട്ടിയിൽ പോയപ്പോ. ഊട്ടി പോയപ്പോ അല്ലേ? അവിടെയൊക്കെ പോയപ്പോ ഉണ്ടായിരുന്നു. കേറിയിരുന്ന അപ്പൊ അവിടുന്ന് ഒരട്ടം കയറി. ഇപ്പൊ എന്താ അവസ്ഥ? കുഴപ്പമില്ല. നടക്കാനൊക്കെ പഠിച്ചു. എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. ഇന്നലെ മുതലാ വന്നത്. തുടങ്ങിയില്ല? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. കോറുമ്പോ കുറച്ച് പേടിയുണ്ട്. പിന്നെ കഴിഞ്ഞാ ഒരു ദിവസമായിട്ടുള്ളൂ അല്ലേ? നടക്കി ഒന്ന് നടന്നിട്ട് പോട്ടാ. വാവ്, അടിപൊളി അടിപൊളി അടിപൊളി. ഇത് പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. വളരെ നല്ലൊരു പരിപാടിയാണ്. കുട്ടികൾ ഇപ്പോൾ ഇവിടെ മലയിൽ ഇന്നലെ കിലോ കണക്കിന് കഞ്ചാവ് പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വളർന്നു വരുന്ന പുതുതലമുറ കഞ്ചാവും മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമയായി പോകുന്നതിനെക്കാട്ടിയും വളരെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മുടെ മാങ്കുറിശ്ശിത്തെ ജാഫർ തുടങ്ങിയിരിക്കുന്നത്, അവൻ്റെ കുട്ടികളെല്ലാവരും കൂടി. അപ്പോൾ എല്ലാവരും ഇതിൽ വന്ന്, ഇവിടെ വെയിലും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും പങ്കെടുത്ത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആക്കണം എന്നാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കുട്ടികൾ കെട്ട പഴക്കങ്ങൾക്ക് പോണതിനെക്കാട്ടിയും വളരെ നല്ലൊരു ഇതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത്. നമ്മുടെ 2-3 കുട്ടികൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ അടുത്തൊന്നുമില്ല, ഇവിടെ മലമ്പുഴയിൽ അവിടെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കാട്ടി ഇവിടെ അടുത്തുള്ള മാങ്കുറിശ്ശി, തേനൂർ, എടത്തറ, പറളി, പത്തിരിപ്പാല അവിടെയുള്ളവർക്ക്, കേരളശ്ശേരി എല്ലാവർക്കും വരാൻ നല്ല സൗകര്യമായിട്ടുള്ള സ്പോട്ടാണ് ഇവിടെ കല്ലൂർ കല്ലമ്പക്ക കാവിൻ്റെ സമീപം. ചെറിയൊരാൾ വരും നോക്ക്. എത്ര പഠിക്കണേ? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് ഇപ്പൊ ഈ ഓട്ടി വരുന്നത്, 3ാം ക്ലാസ്സുകാര്. അപ്പോൾ നല്ല വിശാലമായ സ്ഥലമാണ് ഇവര് റെഡിയാക്കിയിരിക്കുന്നത്. പഠിക്കുന്നതിന് വേണ്ടി നല്ല അടിപൊളി വിശാലമായ ഒരു പറമ്പ് തന്നെയുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് മാങ്കുറിശ്ശിയിൽ നിന്ന് കല്ലൂർ റോട്ടിന് വരാൻ കല്ലമ്പക്കാവ് എന്ന സ്ഥലത്താണ്. നല്ല വിശാലമായ സ്ഥലമുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇവരുടെ ഫോൺ നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലും താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.